നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഡെപ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന സെൽമ റെഗ്രോഫിൻ്റെ ലെസൺ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ആക്ടിവിറ്റീസാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കുക കേട്ടോ. ഫസ്റ്റ് തന്നെ ദ ടെക്സ്റ്റ് ഓഫ് അനൗൺസ്മെൻ്റ് ആണ്. അതായത് സെൽമ ലഗ്രോഫ് നൊബേൽ പ്രൈസ് വാങ്ങാനായിട്ട് സ്റ്റോക്ക്ഹോമിൽ വന്നു. നിങ്ങളാണ് അത് അനൗൺസ് ചെയ്യേണ്ട ആൾ. അനൗൺസ് ചെയ്യുകയും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും വെൽക്കം ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ടെക്സ്റ്റ് ഓഫ് അനൗൺസ്മെൻ്റ് ആണ് എഴുതേണ്ടത്. ടെക്സ്റ്റ് ഓഫ് അനൗൺസ്മെൻറ്റ് മീൻസ് ഒരാൾ ഒരു പൊതുചടങ്ങിൽ വരുമ്പോൾ അയാളെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യില്ലേ, അയാളുടെ പ്രത്യേകതകൾ പറഞ്ഞിട്ട് അയാളുടെ ജോലി എന്താണ് അല്ലെങ്കിൽ പേരെന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യില്ലേ, അതിനെയാണ് ടെക്സ്റ്റ് ഓഫ് അനൗൺസ്മെൻറ്റ് എന്ന് പറയുന്നത്. ആദ്യം വിഷ് ചെയ്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ അല്ലെങ്കിൽ ഓണറബിൾ ഡിഗ്നിറ്ററീസ് എന്ന് പറഞ്ഞാലും ഓക്കെയാണ്. It is a great honor and privilege to welcome one of the world's most distinguished author, Miss Selma Lagroff, to this prestigious Nobel Prize Award ceremony. അപ്പോൾ സെൽമ ലഗ്രോഫിനെ ഇതേപോലെയുള്ള ഒരു നൊബേൽ പ്രൈസ് അവാർഡ് സെറിമണിയിലേക്ക് വെൽക്കം ചെയ്യുന്നത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് പഠിച്ചു വെച്ചാൽ ഏത് ടെക്സ്റ്റ് ഓഫ് അനൗൺസ്മെൻറ്റിനും എഴുതാം. റൈറ്ററിൻ്റെ പേരും അവാർഡ് സെറിമണിയുടെ പേരും മാത്രം മാറ്റിയാൽ മതി. Through her remarkable literary works, she has captivated readers with her imagination, compassion and deep understanding of human life. അവരുടെ ലിറ്റററി വർക്ക്സിലൂടെ, അവരുടെ പുസ്തകങ്ങളിലൂടെ റീഡേഴ്സിൻ്റെ അറ്റൻഷൻ അവർ നേടിയെടുത്തു. എങ്ങനെ? അവരുടെ ഇമാജിനേഷനിലൂടെയും സഹാനുഭൂതിയിലൂടെയും ജീവിതത്തിനെ പറ്റിയിട്ടുള്ള ഡീപ്പായിട്ടുള്ള നോളജിലൂടെയും ഒക്കെ. Her contribution to literature have enriched people across the globe and have earned her the highest recognition in the literary world. അതുപോലെ തന്നെ ലിറ്ററേച്ചറിനോടുള്ള അവരുടെ കോൺട്രിബ്യൂഷൻ ലോകത്തിലുള്ള എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യുകയും അവർക്ക് ലിറ്റററി വേൾഡ് ഒരു ഹൈ പൊസിഷൻ കൊടുക്കുകയും ചെയ്തു എന്ന് പറയുന്നു. Today we proudly welcome Miss Selma Lagroff to receive the Nobel Prize in Literature. ഇന്ന് ഞാൻ അഭിമാനത്തോടെ ക്ഷണിക്കുന്നു സെൽമ ലഗ്രോഫിനെ എന്തിനു വേണ്ടിയിട്ടാണ്? നൊബേൽ പ്രൈസ് റിസീവ് ചെയ്യാൻ വേണ്ടി. പ്ലീസ് ജോയിൻ മീ ഇൻ എക്സ്റ്റെൻഡിങ് എ വാം ആൻഡ് ഹാർട്ട്ഫെൽറ്റ് വെൽക്കം ടു ദിസ് എക്സ്ട്രാ ഓർഡിനറി റൈറ്റർ. താങ്ക് യു. അപ്പോൾ എൻ്റെ കൂടെ ഈ എക്സ്ട്രാ ഓർഡിനറി റൈറ്ററിനെ വെൽക്കം ചെയ്യാൻ നിങ്ങളും കൂടുക എന്ന് പറഞ്ഞിട്ട് എൻഡ് ചെയ്യുക. ഇതിൻ്റെ ലാസ്റ്റ് താങ്ക് യു എഴുതാൻ മറന്നു പോകരുത്. അപ്പം ഇതാണ് ടെക്സ്റ്റ് ഓഫ് അനൗൺസ്മെൻറ്റ്.